വരാലു തോമയെ വെളുപ്പിക്കാൻ വിളിച്ച മുണ്ണക്കുഞ്ഞാട്. പ്രിയമുള്ളവരെ, 5 മീറ്റർ തുണിയിൽ നൈറ്റിയും അടിച്ചിട്ട് നടക്കുന്ന സഭാപിതാക്കന്മാർ, പാതിരിപ്പാമ്പുകൾ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അടിമകളായ മുണ്ണക്കുഞ്ഞാടുകളാണ്. ഇവന്മാർ എന്ത് കന്നന്തിരിവ് കാണിച്ചാലും ഇവന്മാർക്ക് ഓശാന പാടാൻ നിൽക്കും. സ്വന്തം വീട്ടിൽ കയറി ഭവനവേദനവും മറ്റ് തരികിടപ്പണികൾ നടത്തിയാൽ പോലും ഇവന്മാർ അതെല്ലാം കണ്ട് കയ്യും കൂപ്പി നിന്ന് സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. PBLCയുടെ പണം തട്ടിയ വരാലു തോമയെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കൊടുത്തപ്പോൾ വളരെ ഇന്നസെൻ്റായി, വളരെ നിഷ്കളങ്കനായ രീതിയിൽ ഒരു മുണ്ണക്കുഞ്ഞാട് അച്ചായൻ ഞങ്ങളെ വിളിച്ചത് കേൾക്കുക. ഞാൻ ഇന്നലെ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു, നമ്മുടെ ആ ചങ്ങനാശ്ശേരി രൂപതയായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിലേ. അപ്പൊ അതിനകത്ത് എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുന്നത്, ഈ എഗ്രിമെന്റ് ഇന്നലെ അതിനകത്ത് വായിച്ചത് ഞാൻ കേട്ടായിരുന്നു. ആ എഗ്രിമെന്റിനകത്ത് സഭയ്ക്കല്ലേ ഈ 3 കോടി രൂപ കൊടുത്തത്? ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള അവരുടെ തിരുവനന്തപുരത്തുള്ള ഈ ലൂർദ് മാതാ കെയർ സെന്റർ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രൂപീകരിച്ചതിന്റെ പേരിലാണ് ഈ പൈസ മേടിച്ചേക്കുന്നത്. അതെ. അപ്പൊ അതിനകത്തുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവരെ നോക്കണം, അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായത്? അവരോട് താമസിക്കുകയല്ലേ? എവിടെ താമസിക്കുന്നു? അവരുടെ നെടുമങ്ങാട്ടുള്ള സ്ഥലത്ത് അവർക്ക് പ്രത്യേക മുറിയും സംവിധാനവും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഈ പിച്ചക്കാരില്ലേ റോഡിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നേ, ആസിസ് ആൾക്കാരെ താമസിപ്പിക്കുന്നതിന്റെ കൂടെ ഇവരെ താമസിപ്പിച്ചു. അതും പോട്ടെ, എന്നിട്ട് അവസാനം അവരുടെ കയ്യില് ഡോക്ടർ കൊടുത്ത കുറച്ച് സ്വർണവും പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഒരു അലമാരി അതിനകത്തുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മടത്തിൽമാർ ഇത് മോട്ടിച്ച് അവസാനം ഇവരിത് ബഹളം വെച്ച് കേസ് കൊടുക്കുന്നപ്പോഴത്തേക്കും ഇവരെ സ്ലോ പോയിസൺ ചെയ്തു. അന്നേരം ഇവരെ വളരെ ആവശ്യ നിലയിൽ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇവരെന്നിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് അവരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അവർ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പൊ അത് ഞാൻ ചോദിക്കുന്ന, അപ്പൊ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തായിരുന്നോ? കൊടുത്തു. അപ്പൊ എന്നിട്ടോ? ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തു, കളക്ടർക്ക് പരാതി കൊടുത്തു. അതെല്ലാം സഭയുടെ ഇതുകൊണ്ട് അട്ടിമറിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു ചോദ്യം, സഭയുടെ സ്വാധീനം ശരിയാ, കത്തോലിക്ക സഭയ്ക്ക് ഭയങ്കര സ്വാധീനമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ അങ്ങനെ സ്വാധീനമുണ്ടോ? നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്താൽ അതിന് ഓപ്പോസിഷൻ നിന്ന് ഇവരെ സഹായിക്കാനായിട്ട് ആരുമില്ലേ? ആര് വരും? ഫോർ എക്സാമ്പിൾ ഇതിപ്പോ കേട്ടു, താങ്കൾക്ക് ഇപ്പൊ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞാൽ സഭയ്ക്കെതിരെ വിശ്വാസികൾ ആരും നിൽക്കത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന നമുക്ക് ചോദിക്കുന്നതിന് കുഴപ്പമില്ല, മുടക്കമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. അതായത് സഭയ്ക്കെതിരെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സഭയുടെ കൂടെ ആളുകൾ നിൽക്കത്തുള്ളൂ. ഇവരെ ഒറ്റപ്പെടുത്തും, ഇവരെ മോശക്കാരിയാക്കാൻ ഇവരെ ശ്രമിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സംവിധാനങ്ങളും സഭ ലക്ഷങ്ങൾ എറിഞ്ഞ് അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ഇപ്പൊ അവര് ലക്ഷങ്ങൾ എറിഞ്ഞോട്ടെ, പക്ഷേ ഇവിടെ ഇപ്പൊ ഈ ഇടതുപക്ഷ മന്ത്രിസഭയാ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് സഭയുമായിട്ട് എതിരുള്ളവരുണ്ട്, അല്ലെങ്കിൽ വേറെ സംഘടനകളുണ്ട്. അവരാരും ഈ ഒരു പ്രശ്നം നിൽക്കുവോ? ഇതുപോലുള്ള ഇത്രയും ഇപ്പൊ കേരളത്തിലെ ക്രൈസ്തവരിൽ ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്കരാ. അങ്ങനെയുള്ള ഒരു കത്തോലിക്ക സഭയ്ക്കെതിരെയായിട്ട് ഏതെങ്കിലും ഇതുപോലുള്ള ഈ രാഷ്ട്രീയ തൊഴിലാളിമാരാരെങ്കിലും നിൽക്കുവോ? തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അപ്പൊ ഞാൻ ചോദിക്കുന്ന, അപ്പൊ എന്ത് തോന്നിവാസം നമ്മുടെ രാജ്യത്ത് നടക്കുവോ? എന്ത് പിറപ്പുകേടും കാണിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇവിടെ? അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലേ ഇവിടെ? നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു? ഒരു കളക്ടർക്ക് അത് സംഭവിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? അയാളെ കൊണ്ട് രായ്ക്ക് രാമാൻ ഇവിടെ കൊണ്ടാമാര് കത്തിച്ചു കളഞ്ഞു. എന്തായി ആ കേസ്? ആ കേസ് പോലും അട്ടിമറിച്ചില്ലേ? ഒരു സബ് കളക്ടർ ഒരു കാര്യം ഞാൻ പറയാം, ഇത്രയും വിവാദമായ ഒരു സംഭവം. പക്ഷെ ഇവർക്ക് ഈ ഡോക്ടറെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഡോക്ടറാണ്, സമ്മതിച്ചു. പക്ഷേ ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, ഇവരെന്തിന് ഈ രൂപ ഈ സഭയ്ക്ക് ഇങ്ങനെ കൊടുത്തു? അവരുടെ പേരിൽ ബാങ്കിലിട്ടാൽ നമുക്കിതെല്ലാം കേട്ട് വല്ലവന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വരുന്നത് കാണാൻ രസമാണെന്ന് പറഞ്ഞു. ചുമ്മാ നമുക്കിങ്ങനെ അവലോകനം ഇങ്ങനെ ചുമ്മാ നൈസായിട്ട് പറയാം. അന്നത്തെ അവസ്ഥയിൽ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു അനാഥ സ്ത്രീ, അവരെ സംബന്ധിച്ചുള്ള അവര് പള്ളിയിൽ പോകുന്നു, അവർ വിശ്വാസമാണ്. ഇവന്മാരൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അതുവരെ ഇവന്മാരെ സ്നേഹിക്കുകയും അതുപോലെ എടുത്തോണ്ട് നടക്കുകയും കാര്യമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തു.
പണം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവന്മാരുടെ സ്വഭാവം മാറിയത്. അതുവരെ അവർ പ്രതീക്ഷിച്ചു ഇനി അവരുടെ ശിഷ്ടകാലമൊക്കെ അവർക്കത് നോക്കാൻ പറഞ്ഞ് അവരുടെ ആയുഷ്കാലമുള്ള അവർ കൊടുത്തു. ഇതെന്തായാലും അത് ഈ ഒരിക്കലും ഇനി അവര് സഭ ഇനി ഈ പൈസ തിരിച്ചു തരികയല്ല. എന്താണെന്നറിയോ, അമ്മമാർക്ക് നാണമാനം കേട്ട ഇവന്മാർ നേർച്ചപ്പെട്ടി വീഴുന്ന പണം ആരെങ്കിലും തിരിച്ചു കൊടുക്കുവോ? അത് മാത്രമല്ല, ഇത്രയും വിവാദമായി പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് കാണിച്ചത് തെറ്റാണെന്ന് വരുമല്ലോ. പിന്നെ ഒരു കാരണവശാലും പൈസ ഇതിന് തിരിച്ചു കിട്ടുകയില്ല. ആ 3 കോടി രൂപ ഒരു കാരണവശാലും അവരുടെ പേരിൽ കൊടുക്കുകയില്ല. കാരണം അവർക്ക് പറയാനുള്ള ഒരു ക്ലെയിം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് 3 കോടി രൂപ തന്നത്. അപ്പൊ ആ സ്ഥാപനത്തിന് 3 കോടി തന്നത് അവർക്കല്ല, ഞങ്ങൾക്കാ തന്നത്. എന്നിട്ട് പിന്നെ ആ എഗ്രിമെന്റിനകത്ത് ഇവരുടെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, അത് പിന്നെ എന്തിനാ പറയുന്നത്? അല്ല, അതിനകത്ത് പറയുന്നത് ഇവരെ നോക്കണമെന്നല്ലേ പറയുന്നത്. അവരെ നോക്കി ഇവരുടെ മരണാനന്തര ചടങ്ങ് വരെ എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവസാനം അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലെറ്റർ കൊടുത്തേക്കുന്നേ. ഇപ്പൊ അവരവിടുന്ന് പോയതിന് ശേഷമല്ലേ ലെറ്റർ കൊടുത്തത്? അവരവിടെ ജീവനും കൊണ്ടല്ലേ അവര് ഓടിയത്. അവരെ കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവരവിടെ താങ്കൾ അവിടെ കിടക്കുവോ? താങ്കൾ കിടക്കുവോ? ഇപ്പൊ താങ്കളെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്മാർ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണത്തിനകത്ത് വിഷം തന്ന് കൊല്ലും. അങ്ങനെ പേടി താങ്കൾ അവിടെ നിൽക്കുവോ? അതോ അവിടെ പോയ പോട്ടെ പറഞ്ഞ് കിടക്കുവോ? അപ്പൊ ഈ ലോകത്ത് എന്ത് നടക്കുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? ഈ കേരളത്തിൽ ഇതുപോലുള്ള ഈ കുപ്പായി വിട്ട തന്തയ്ക്ക് പിറകാത്ത, പണ്ട് ഈ ആലപ്പുഴയിൽ കൂടെ താറാവിനെ വളർത്താൻ പോലും മടിയായിട്ടുള്ള ഈ പന്ന തന്തയ്ക്ക് പിറക്കാത്തവന്മാര് പോയി കത്തോലിക്ക സഭ കയറി അച്ഛന്മാരും മെത്രാന്മാരുമായി. അവന്മാർ എന്ത് തരവഴിയും കാണിക്കും. അവന് 80 വയസ്സുകാരിയൊന്നും ഇല്ല, അവന് അനാഥയൊന്നും ഇല്ല, വൃദ്ധയൊന്നും ഒന്നുമില്ല. ഞാനിതെല്ലാം സമ്മതിക്കുന്നുണ്ട്. പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ അവരൊരു പ്രത്യേകമാണ്, അവർക്ക് യാതൊരു മനസാക്ഷിയില്ല, ഇല്ലാത്തവന്മാരാണ്. അങ്ങനെ പറയണ്ടേ? ശരിയാ. പക്ഷേ ഇത്രയും വലിയൊരു പ്രമാദമായ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ ഇതിനകത്ത് സഭയ്ക്കകത്ത് തന്നെ നീതി ന്യായം നടത്താൻ സഭയ്ക്കകത്ത് ഇവിടെ നീതി ന്യായം ഉള്ളത് കുറെ മൊണ്ണകള്. അതായത് ഇവന്മാർ ഈ പാതിരിയുടെ മറ്റേ ലോഹയ്ക്കടിക്കാതാണ് സ്വർഗമെന്നും നടക്കുന്ന കുറെ മൊണ്ണകളല്ല. അതായത് ഈ സഭയുമായിട്ട് എതിരിടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. അതാ പറഞ്ഞ ഇച്ചിരി ഉറപ്പ് വേണം. അതിനുള്ള ഏതെങ്കിലും മൊണ്ണകൾ ഉറപ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ സാധാരണ ഉറപ്പുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം അവര് വളരെ ശക്തരാണ്. സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ നമ്മളെ കൊണ്ടൊക്കെ എങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ? അങ്ങനെ ഇവന്റെ ഒക്കെ ഈ കപട മുഖം ലോകം അറിയട്ടെ. ഈ നൈറ്റിക്കുള്ളിലെ ഇവന്മാരുടെ നാറി മുഖം ജനങ്ങൾ അറിയട്ടെ. പക്ഷെ ഒരിക്കലും പൈസ തിരിച്ചു കിട്ടുകയല്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്താന്ന് ചോദിച്ചാൽ കാര്യം അതുകൊണ്ട് ഇവന്മാരെ തിന്നട്ടെ. അവന്മാർക്ക് അതുകൊണ്ട് നിറയുവോ? അതുകൊണ്ട് അവിടെ ഇതൊന്നും ഇവർക്കൊന്നും ഒരു പ്രശ്നമല്ല. കത്തോലിക്ക ബാക്കിയുള്ള ഏത് സഭയിലാണെങ്കിലും ഒരു 3 വർഷമോ 4 വർഷമോ 5 വർഷമോ 6 വർഷമൊക്കെ ഉള്ളൂ ഈ വൈദിക പഠനം. ഇത് വർഷം 12. അപ്പൊ ഇതിട്ട് അവസാനം എണ്ണ ഒഴിക്കാതെ ചീനച്ചട്ടിക്കകത്തിട്ട് വറുത്തേച്ചാ പുറത്തെടുക്കുന്നത്. അപ്പൊ ആദ്യമേ സഭയ്ക്ക് എങ്ങനെ കാശുണ്ടാക്കാം? ഇന്ന് പട്ടിയുടെ വിലയുണ്ടോ ഈ യുവമാർക്ക്? ഇന്ന് ഈ നൈറ്റി ഇട്ടുകൊണ്ട് നടക്കുന്ന മോന്മാരെ ഇന്ന് വഴിയിലിട്ട് ആളുകൾ കണ്ട. കഴിഞ്ഞ ദിവസം ഒരുത്തനെ മറ്റേ UP തീർത്ത് കളഞ്ഞു. ഇന്ന് യുവമാർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റുമോ? ലോകത്തിൽ ഇതെല്ലാം ഉണ്ടല്ലോ. ലോകത്തിൽ ഇതിപ്പോ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു കാലത്ത് മാറി വരും. ഇപ്പം പഴയ പോലൊന്നും ഉള്ള കടപ്പാടോ ഇന്നൊരു ചാറ്റമഴ പെയ്താൽ ഈ മോമാർക്ക് ഇവന്റെ അളിഞ്ഞ് നൈറ്റി ഇട്ട് ഏതെങ്കിലും വീടിന്റെ ഇറയത്ത് പോലും കയറി നിൽക്കാൻ പറ്റുമോ? ഇതെല്ലാം ശരിയാ. അവന്മാരെ കവളമണ്ടൽ അടിച്ചു ഓടിക്കത്തില്ല ഇവന്മാരെ. ഇതെല്ലാം സംഭവം ശരിയാണ്. പക്ഷെ അവർ ശക്തരാണ്. കിണയന്മാര് ഈ കുറെ കാലം കൂടെ ഇങ്ങനൊക്കെ ആളുകളെ വലിപ്പിച്ച് നടക്കും. അതൊക്കെ ശരിയാ. ഈ ആൾക്കാർ പള്ളിയിൽ നിന്നും അതൊക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ സത്യമാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. പക്ഷേ ഇതെനിക്ക് അങ്ങോട്ട് കേട്ട് ഇത്രയും വലിയ പ്രമാദമായ ഒരു പ്രശ്നത്തിൽ ആരും ഇടപെടുകയെന്ന് പറഞ്ഞാൽ എന്തൊരു ഇടപാടാത്? അതാ പറഞ്ഞ ആർക്കെങ്കിലും ഇടപെടാം. താങ്കൾക്ക് ഇപ്പോൾ ഇടപെടാൻ പറ്റുമോ? ഇപ്പൊ ഇത് കേട്ടു, വിഷമം തോന്നി, ഇടപെടാൻ പറ്റുമോ ഈ വിഷയത്തില്? ഏതെങ്കിലും രീതിയില് ഇടപെടാൻ തോന്നുവോ എന്നൊക്കെ ചോദിച്ചാല് നമ്മളൊരു പൊസിഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടും. ഒരു പൊസിഷൻ നമ്മളിപ്പോ എന്ത് പൊസിഷനാ വേണ്ടേ? ഇതിന് ഒരു പൊസിഷൻ മാത്രം പോരാ. അധികാരം വേണം, പണം വേണം, ഏത് കാര്യത്തിനും പണം വേണം. പണം ഒരു ശരാശരി ഒരു മനുഷ്യൻ ഈ രീതി ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ മുന്നിൽ ഇറങ്ങാൻ ആരും വരാത്തതും മറ്റാരും നടപടി എടുക്കാത്തതും. എന്തിനാ വെറുതെ ഒരു കുരിശ് തല കയറ്റുന്നതെന്ന് ഓർക്കും. അതിൽ ഏറ്റവും മിടുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിടത്തോളം പിണറായി വിജയൻ. ആ കാര്യം എന്താന്ന് ചോദിച്ചാൽ വെറും ഒരു ചെത്തുകാരന്റെ മകനായിട്ട് 14 മക്കളുടെ വളർന്നവൻ അയാൾക്ക് മനസ്സിലായി പൈസ ഇല്ലാത്തവൻ പട്ടിയാന്ന്. അതുകൊണ്ടാണ് അയാൾ ഇത്രയും അഴിമതി കാണിച്ചു ഇതുപോലെ കോടാനുകോടി ഉണ്ടാക്കുന്നത്. പണം ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് ഓച്ചാനിച്ച് നിൽക്കും.
അല്ല, ഈ പള്ളിത്തന്തമാരും അതുപോലല്ലേ, ഈ മറ്റേ ഒരു കൂറയില്ലാതെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് ഓട്ടത്തൂറി നടന്നവന്മാര് അവൻ നാളെ നൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അവനെന്തായി? അപ്പം പിതാവായി, മറ്റവനായി, വിശ്വാസികളെ ബലിപ്പിച്ച് നടക്കാം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മറ്റുള്ള ക്രിസ്തീയ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി കത്തോലിക്ക സഭയിലെ അച്ഛന്മാർക്കൊരു ബഹുമാനം കൂടുതലുണ്ട്. അല്ല, ഞാനത് പറയാം. നിങ്ങൾ അങ്ങനെ അവന്മാരെ കണക്കാക്കുന്നത് തന്തയില്ല മോമാരെന്നാണ് അവന്മാര് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സമ്മതിച്ചെല്ലാം ഞാൻ സമ്മതിച്ചു. എവിടെ ചെറ്റമുക്കാനും ഒറ്റം കിട്ടിയാലും നടക്കുന്ന കുറെ അലവലാദികൾ എന്നുള്ളതല്ലാതെ ഇവന്മാർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? എല്ലാ കൂട്ടത്തിലും ഇല്ലെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, എല്ലാ കൂട്ടത്തിലും ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാർ ഇവരാന്നാണ് സാധാരണ ജനങ്ങളുടെ ഒരു വിശ്വാസം. അല്ലാതെ ഇവന്മാർക്ക് എന്തോ ഉള്ളത്? ഈ അളിഞ്ഞ വേഷം കെട്ടി മറ്റേ ചെറ്റമൊക്കെ നടക്കുന്നവന്മാര്. നമ്മൾ അങ്ങനെ കാടടച്ചു മൊത്തത്തിൽ സമുദായത്തെ മൊത്തത്തിൽ അല്ലെന്ന് ഇവന്റെ തലപ്പത്തിരിക്കുന്ന ഈ വരാല് തോമ, അതായത് ഇവൻ തന്നെയല്ലേ പറഞ്ഞു, ഒരു വരാല് കറി കണ്ടു കഴിഞ്ഞാൽ അവന്റെ വായിക്കൂടെ വെള്ളം പോവും, അതുപോലെ അവന്റെ നോമ്പ് മുറിയും എന്ന് പറഞ്ഞവനല്ലേ അവൻ. പിന്നെ ഇവന്റെ കീഴെ ഉള്ളവന്മാർ പിന്നെ എങ്ങനെയൊക്കെ ശരിയാകാനാ? ഇതൊന്നും നമ്മളിത് ഇങ്ങനൊന്നും പറഞ്ഞാൽ ഇത് അടിസ്ഥാനമായി അത് പറഞ്ഞ ഒന്നെന്ന് പറഞ്ഞാൽ നല്ല തന്തയ്ക്ക് പറക്കണം, അതില്ല. അല്ലെ രണ്ടാമത് നാണം വേണം, നാണോ മാനോ വേണം, അതുമില്ല. കാണ്ടാമൃഗം പോലും ഇവനെ കണ്ടാൽ പോയി ആത്മഹത്യ ചെയ്യും. അതുപോലെ നാണം കെട്ട ചെറ്റകൾ അവൻ. ഞാൻ പറഞ്ഞില്ല, എവിടെ കണ്ടാലും അമേദ്യത്തിലൊരു 10 പൈസ കിടക്കുന്നുണ്ടാൽ അതുപോലും അവൻ കഴുകി എടുത്തോണ്ട് അവൻ പോവും. അങ്ങനെയുള്ള ഈ പന്നന്മാര് എങ്ങനെ രക്ഷപ്പെടാനാ? ഇന്ന് ഇവന്റെയൊക്കെ സഭയൊക്കെ കണ്ടില്ല, ഇന്ന് യൂറോപ്പിൽ കണ്ടില്ല, ഇവന്റെയൊക്കെ സഭ തൂക്കി വിറ്റ് അത് വ്യഭിചാരശാലകളായി മാറുക. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇല്ലെന്നൊന്നും പറയാൻ. ഈ പന്നിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും ഇവനൊക്കെ പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവം വരുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ദൈവവിശ്വാസം തന്നെ പോകത്തില്ലേ? ഈ വരാലുതോമ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്താണ് ദൈവാത്മാവ് ഉണ്ടെന്ന് വല്ലതും പറഞ്ഞാൽ നമ്മള് അവനെ കവളമണ്ഡലം എടുത്ത് ഇത് ഈ പറയുന്ന വലിയന്മാരെല്ലാം ഇവരുടെ മുമ്പിൽ ചെന്ന് ഓശാനിച്ച് നിൽക്കുകയല്ലേ, സാർവഭൗമനും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും. അതാ പറഞ്ഞ ഈ വിശ്വാസികളെ മുണ്ണകളെ പറ്റിച്ച, ഈ മുണ്ണകളെ വലിപ്പിച്ചുണ്ടാക്കി ഈ പൈസ വെച്ചല്ലേ അതിന്റെ ബലത്തിലേ ഇവൻ നടക്കുന്നേ. അതെ, സംഗതി ശരിയാ. അന്നേരം ഇവൻ ശരിക്കും മാമോത്സവ ഇവൻ സാത്താനെ കാണുന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ മുഖത്തോട്ട് നോക്കിയാൽ പോരെ? അല്ല, ഇതിനകത്ത് നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ ഒക്കുന്നുള്ളത് നോക്കി ചെയ്യുക. നിയമപരമായിട്ടുള്ള എല്ലാ ഇവന്മാർ അട്ടിമറിച്ചു. ഇവന്മാര് സകല സംവിധാനത്തെയും മട്ടിപ്പറിച്ചു. അന്നേരം ഇവന്മാരെ സംബന്ധിച്ചോളം ഇതുപോലെ പൊതുജനമധ്യേ ഇവന്മാരുടെ തുണി അഴിക്കുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. നാണവും മാനവും ഇവന്മാർക്കില്ല. ഇനി ചെയ്യാവുന്ന ഏക ഉദ്ദേശം എന്നറിയാമോ? ഇനിയും ഇവന്മാരുടെ ഈ അലവലാദികളുടെ ഈ പിതാവെന്നും മറ്റവനെന്നും പറഞ്ഞ് നടക്കുന്ന ആർച്ച് ബിഷപ്പാന്നും മറ്റേ നീണ്ടിരിക്കുന്ന ബിഷപ്പാന്നും ഒക്കെ നടക്കുന്ന ഈ മോന്മാരെ, ഈ തന്തയില്ലാ മോന്മാരെ സൂക്ഷിക്കുക. ഇവന്മാർ അടുത്തേക്ക് പോലും പോകരുത്. ഇവന്മാർക്ക് 6 60 നോട്ടമില്ല. വെറും സർട്ടിഫൈഡ് ചെറ്റകളാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള ഒരു എഫർട്ടായത്. ശരിയാ, അതിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷേ ഇത്രയും വലിയൊരു പ്രമാദമായ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആരും അത് സോൾവ്, അതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പം അതൊരു ദുരൂഹതയുടെ അതാ പറഞ്ഞ ഈ മുണ്ണകൾ അന്നേരം ഓർക്കും, അയ്യോ എന്റെ പിതാവിനെ അപമാനിക്കാനുള്ള എന്തോ സാധനമാണ്. പിതാവാണല്ലോ അവൻ. ഏത് മറ്റേ അവിടെ കൂടെ ഓട്ടത്തൂറി നടന്ന പന്നനാന്ന് ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ. ആലപ്പുഴ കൂടെ ആ തറത്തരം, ആ തെണ്ടിത്തരം അവൻ ഏത് പദവിയിലെത്താലും അവൻ തുടരുമെന്നുള്ളത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ആലപ്പുഴക്കാരനല്ലേ, ചങ്ങനാശ്ശേരിക്കാരനല്ലേ? അവൻ എവിടുത്തെ ആയിക്കോട്ടെ, അവന്റെ വീട്ടുപേര് തറയെന്നാണോ? അതെ, അവൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. അവന്റെ കുടുംബ പേര് തറയെന്നാണോ? അവൻ സർട്ടിഫൈഡ് തറയാണെന്ന് അവൻ കാണിച്ചില്ലേ? ഈ പണ്ട് കാരണവന്മാര് പറയും ഇത് തൂത്താ പോകത്തില്ലെന്ന്. അവന്റെ കുടുംബ പേര് അറം പറ്റിയത് അവന്. അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തിട്ട് അവന് സാങ്കേതികമായിട്ട് ശരിയല്ലെന്ന്. എന്റെ സംശയം ഇത്രയും മാത്രമേ ഉള്ളൂ. ഇന്നലെ അല്ല, എന്നെ വിളിച്ചു നോക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അച്ചായൻ കത്തോലിക്ക സഭയിലേതാ? സീറോ മലബാറാണോ ലത്തീനാണോ? ഞാൻ സീറോ മലബാറാണ്, ചങ്ങനാശ്ശേരി രൂപതയാണ്. അന്നേരം ചെയ്യേണ്ടത് ഈ ഇവന്മാരുടെ ഈ നാറിയ രൂപതയുണ്ടല്ലോ, ചങ്ങനാശ്ശേരി നാറിയ രൂപതയെ വിളിച്ചിട്ട് ചോദിക്കണം, എടാ പിതാവെന്ന് പറയുന്ന മോനെ, നാണം കെട്ടവനെ, ഇതുപോലെ ചാനലിൽ കൂടെ കേട്ടു നീ LT എന്ന് പറയുന്ന ഒരു അനാഥ വൃദ്ധയുടെ മേടിച്ച് നീ പറ്റിച്ചോടാന്ന് ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കുന്നതിന് പേര് അങ്ങനല്ലേ ചോദിക്കണ്ടേ? അല്ല, നിങ്ങളോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ നിയമവശങ്ങളും ഇതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചത്. അല്ല, ഇയാളോട് അല്ല, സഭയിലെ അംഗം എന്ന നിലയ്ക്ക് ചോദിക്കണ്ടേ? ഒന്ന് ഇങ്ങനെ ഒരുത്തം വിളിച്ച് പറയുന്നത് കേട്ടു,
എനിക്കിപ്പോ ഇങ്ങേര് മാത്രമല്ല, മോർലി കൈതപ്പറമ്പില് അങ്ങേരുമായിട്ട് വളരെ അടുപ്പമുണ്ട്. എനിക്ക് അറിയാം, പേഴ്സണായിട്ട് അറിയാം, എന്നെ അറിയാം, എനിക്കും അറിയാം. മോർലി കൈതപ്പറമ്പിൽ അവൻ ഇവിടെ ചെയ്ത് കൂട്ടിയ അവന്റെ ഇടപാടുകളൊക്കെ അറിയാമല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് പുള്ളി ഉണ്ടായിരുന്ന പലിശ എന്ന് ഏതാണ്ടൊക്കെ ഉണ്ടെന്നല്ലാതെ പുള്ളി എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം. സ്ഥലമൊക്കെ വാങ്ങിച്ചതായിട്ട് അറിഞ്ഞു, പള്ളിക്ക് വേണ്ടി. അതാ പറഞ്ഞേ, ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നേരം ചോദിക്കണം, ഈ അലവലാദികളോട് വിളിച്ച് ചോദിക്കണം, ഇവിടെ നാണം കെട്ടവന്മാരെ, നീയൊക്കെ ഈ തെണ്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഈ കത്തോലിക്ക സഭാ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണ് നാണക്കേട്. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ തന്നെ വലിപ്പീരുകൾ ആണ്. ഞങ്ങളുടെ വിശ്വാസികളെ തന്നെ, ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽ തന്നെയുള്ള അനാഥമാരെ വഞ്ചിച്ച് വലിപ്പിച്ചിട്ട് നടക്കുന്ന മോന്മാരാണ് പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഈ ചവയ്ക്ക് നാണക്കേടാ. ഇനിയും കൂടുതൽ കാലം ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നാണമില്ല മോമാരെ, നിനക്കോ നാണമില്ല. ഈ സഭയെ പ്രതിയെങ്കിലും പൈസ കൊടുക്കാൻ പറയണ്ടേ? ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇങ്ങനെ പറയുന്നതോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അന്നേരം ഈ മോമാരെ പിതാവെന്ന് വിളിക്കുന്നത് ശരിയാണോന്ന് ഞാൻ ചോദിക്കുന്നത്. പിതാവെന്ന് വിളിക്കാൻ ശരിയാണോ ഈ ഇവന്മാരെ? പിതാവെന്ന് വിളിക്കുന്നത് ബൈബിളിനകത്ത് തന്നെ ഉണ്ടല്ലോ. ബൈബിളും ഈ പരാന്നഭോജികളായ തെണ്ടികളും തമ്മിൽ എന്താ ബന്ധം? ഈ പരാന്നഭോജികളായ ഈ 5 മീറ്റർ തുണി അടിച്ചിട്ടിരിക്കുന്ന ഈ നാറികളും വിശുദ്ധ വേദപുസ്തകം തമ്മിൽ എന്താ ബന്ധം? അത് ബന്ധമൊന്നുമില്ല. അവര് അതിനകത്തുള്ള ഇവൻ തൊഴിലുറപ്പുമായിട്ട് ഇവന്മാര് ഭവനവേതനവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന ഈ പട്ടികക്ക് വിശുദ്ധ വേദപുസ്തകമായിട്ട് എന്താണ് ബന്ധം? പറയച്ചാ, എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തിലല്ല, മൊത്തത്തിൽ ഇവന്മാരുടെ ഇവന്റെ രൂപതാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇവന്റെ രൂപതാധ്യക്ഷൻ എന്ന് പറയുന്ന തറയെന്ന് പറയുന്ന ഈ തെമ്മാടിയും താന്നൂനിയും ഇവൻ പിടിച്ചോറിക്കാരനാണെന്നല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ ഇവന്റെ താഴെയുള്ളമാരെങ്ങനെ ശരിയാവും? ഞാനോ ഒന്നും വിചാരിച്ച ഇത് നേരെയാക്കാൻ ഒക്കുകയല്ല. പിന്നെ ആരാ ഇത് നേരെയാക്കണ്ടേ? ഇത് ജനങ്ങൾ തന്നെ, ഈ സഭയിലുള്ളവർ തന്നെ പ്രബുദ്ധരായാലേ പ്രബുദ്ധരായ ഈ മുണ്ണകൾക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടാവും. ഇവന്മാര് ചോദിക്കണ്ടേ, എടാ ഇതുപോലെ ഒരു ചാനലിൽ കൂടി ഇരുന്ന് വിളിച്ച് ഇവന്റെ തന്തയ്ക്ക് വിളിക്കുന്നു, അതായത് നിങ്ങളുടെ പരിശുദ്ധ പിതാവെന്ന് നിങ്ങൾ പറയുന്ന ഈ തറയിൽ പിതാവിന്റെ തന്തയ്ക്ക് വിളിക്കുന്നു, ഇതിനകത്ത് എന്താ കാര്യം? ഇവനെ തന്തയ്ക്ക് വിളിക്കാൻ കാരണം എന്താണ്? ഇവൻ ചെയ്ത ക്രൈം എന്താണ് എന്ന് വിശ്വാസികളിൽ ആരെങ്കിലും ഉള്ള 2 എണ്ണം കയറി ഇവരോട് ചോദിക്കുക. വിശ്വാസികൾ നിങ്ങളീ പറയുന്ന പോലെ 100 കണക്കിന് ആൾക്കാർ ഇവരോട് നേരിട്ട് ചോദിച്ചു കാണും. ചോദിച്ചപ്പോ അവരതിനെ മറുപടിയും കൊടുത്തുക. അങ്ങനെയാണെന്നുണ്ട് ഇവർ പറയണ്ടേ? അങ്ങനെയാണെന്നുണ്ട് ആ സ്ത്രീക്കെതിരെ ഒരു നിയമ നടപടിക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് അവർ പോകുന്നില്ല? ഇത്രയും അപവാദങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരെ അവരെന്തുകൊണ്ട്? അത് ഒരു കാര്യമുണ്ട്. ചുമ്മാ അങ്ങനെ നമ്മൾ ഒരു സ്ത്രീക്കെതിരെ കൂടുതൽ വിവാദമാകുക. ഈ തറ ബിഷപ്പ് എന്ന് പറഞ്ഞവന്റെ അവന്റെ ബിഷപ്പ് പദവിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവൻ ആ PVLCക്കും എനിക്കും എതിരെ ഇവിടെ കോടതികളായ സകല കോടതിയിലും ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്തല്ലോ, കവിയേറ്റ് ഫയൽ ചെയ്തു. എന്താണെന്ന് അറിയാവോ? അവരുടെ ഭാഗം കൂടെ കേട്ടിട്ട് എന്തെങ്കിലും കാര്യത്തിൽ വിധി പറയാവുന്നു. അവരുടെ അല്ല, തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ നിങ്ങൾ എന്നെ പറ്റി എന്തെങ്കിലും ഇതുപോലുള്ള അതെന്തിനാ അന്ന് അത് കാണിച്ച ആ ഒരു എന്തുകൊണ്ട് ബാക്കി കാര്യം ഒന്നുമില്ല? അല്ലാതെ നിങ്ങൾ എനിക്കറിയാം, എന്നോടൊരു തർക്കത്തിൽ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അവർ സ്റ്റേക്ക് പോകുമെന്നാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് സ്റ്റേക്ക് പോകുമെന്നാണ്. ഈ കേസില് ഈ 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, നടക്കാൻ പോലും പറ്റത്തില്ല. അവരെന്തോ കാണിക്കാനേ ഇവര്? അങ്ങനെയുള്ള ഒരു അബലയായ സ്ത്രീയുടെ അടുത്താണ് ഇവന്മാരുടെ ഈ പ്രബലത്തരം കാണിക്കേണ്ടത്. അവർക്ക് നടക്കാൻ വയ്യെങ്കിലും നടക്കാൻ ഒക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ കാണുമല്ലോ. അപ്പൊ അവരായിരിക്കുമല്ലോ കേസ് നടത്തുന്നത്. അവർ ഒരു കേസിനും പോയില്ല. അവർ വളരെ രമ്യമായ രീതിയിൽ സംസാരിക്കുമ്പോഴാണല്ലോ ഇവരാണല്ലോ ആദ്യമേ കേസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. അവർക്ക് നിയമോപദേശം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്നുള്ള. ഇവനൊക്കെ പിന്നെ ഈ ബൈബിള് മറ്റേ ഇവന്റെ കഷത്തിൽ വെച്ചോണ്ട് എന്തിനാ ഇവൻ നടക്കുന്നത്? ഇവൻ ഇവിടുത്തെ എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടൊന്നും പറയാനൊക്കുകയല്ല. ഇങ്ങനെയുള്ള ഒരു വിഷയം ആ സ്ത്രീയെ വിളിച്ച് സംസാരിച്ച് ഈ വിഷയത്തിന് ഒരു രമ്യമായ അമിക്കബിൾ ആയിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കാനും അവരെ കളിയാക്കാനും അവരെ ഇൻസൾട്ട് ചെയ്യാനും അവരെ കോർണർ ചെയ്യാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഇവനൊക്കെ ഏത് മറ്റേടത്തെ പിതാവാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ആ നാറിയ കുപ്പായ വിട്ടുകൊണ്ട് അവൻ ആ മറ്റേ ഇവിടെ കയറി നിന്നോണ്ട് ജനങ്ങളെ ഉപദേശിക്കാൻ ഈ കള്ള പന്നിക്കൊക്കെ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഞാനോ നിങ്ങളോ 10 പേരോ അവർക്കെതിരായിട്ട് നിന്ന 100 പേർ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാനുണ്ട്. അതിനാണ് മൊണ്ണകൾ എന്ന് പറയുന്നത്. അവന്റെയൊക്കെ വീട്ടിൽ കയറി ഇവന്മാര് അവന്റെയൊക്കെ ഭാര്യയും പെണ്ണുമ്പിളുമാരെയും പരസ്യമായിട്ട് ബോഹിക്കുന്ന കണ്ടാൽ ഇവ മുട്ടയെ കുത്തി കുരിച്ചു നിന്ന് സ്തോത്രം പറയും. അത് അങ്ങനെയുള്ളവന്മാരല്ലാതെ ഇവന്മാരുടെ സപ്പോർട്ട് പിടിക്കാൻ ആരെങ്കിലും പോകും? ഞാൻ ചോദിക്കുന്നത് ഈ സഭയിലുള്ളവരെല്ലാം വീട്ടിൽ കയറി അച്ഛന്മാരും കന്യാസിമാരും നിരങ്ങാനാണ് വാതിൽ. അങ്ങനെയുള്ള മുണ്ണകളെ ഇവന്മാരെ അനുവദിക്കത്തുള്ളൂ.
അങ്ങനെയുള്ള മൊണ്ണകളെ, അങ്ങനെയുള്ള ഇവന്മാര് വെള്ളം അടിച്ച് വാള് വെച്ചാലും അത് അത്തപ്പൂക്കുളമെന്ന് പറയും ഇവന്മാര്. അത് അങ്ങനെയുള്ളവര് കാണും. നിങ്ങൾ ചങ്ങനാശ്ശേരി ഇപ്പൊ അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപത അവിടെ വാറ്റാനുള്ള വൈൻ വാറ്റാനുള്ള യാർഡ് വരെ ഉണ്ട് ഇല്ലേ? ഞാനിപ്പോ ചങ്ങനാശ്ശേരിയല്ല, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണെങ്കിലും ഞാൻ താമസിക്കുന്ന അല്ല, അവിടെ വാറ്റാനുള്ള സംവിധാനം ഉണ്ടോ? വൈൻ വാറ്റാനുള്ള കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളവനാ. കാണുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യത്തെ പറ്റി എങ്ങനെ പറയുന്നേ. അന്നേരം സ്വന്തമായിട്ട് വാറ്റി അടിച്ച് ഇരിക്കുന്ന ഇവന്മാര് പന്നിയെ വളർത്തി പന്നിയും തിന്ന് ഈ പരാന്ന പൂജികളായിട്ട് ഈ ഇവന്മാരാരെ പറ്റിച്ചോ തിന്നോട്ടെ. ഈ അനാഥയെ വൃദ്ധി പറ്റിച്ച് നടക്കുന്നത് ഇവനൊക്കെ നാണവും മാനവും ഉണ്ടോന്നാ ചോദിക്കുന്നത് ഈ കള്ള പന്നിക്കൊക്കെ. എന്നിട്ട് അവന്റെ മറ്റേ നെഞ്ചത്തൊരു കെട്ടൂടെ കെട്ടി കിടക്കുന്ന ഈ കള്ളപ്പന്നി ഇവനൊക്കെ എവിടുത്തെ പിതാവാ? ഇതൊന്നും കേട്ടാ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതാ പറഞ്ഞ കാണ്ടാമൃഗത്തിന് പോലും ചിലപ്പം നാണം തോന്നും. പക്ഷെ ഈ ലോഹയിട്ട ഈ മോന്മാരുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ഇവന്റെയൊക്കെ കുഴപ്പമെച്ചാൽ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറക്കാത്ത ഇവന്മാര്. ഞാൻ പറഞ്ഞില്ലേ ഒരു താറാവ് കൃഷി പോലും ചെയ്യാൻ മടിയായിട്ട് ഓട്ട തൂറി നടന്ന അവസാനം ഈ ഇവന്മാരുണ്ടല്ലോ സാമൂഹ്യ വിരുദ്ധന്മാരായിട്ട് നടന്ന നാടിനും വീടിനും കൊള്ളാത്ത മോന്മാരെ കൊണ്ട് സെമിനാരി വിടും. ഈ മോമാര് പഠിച്ചിറങ്ങിയിട്ട് 12 വർഷം എങ്ങനെ വലിപ്പിക്കാമെന്ന് PhD എടുത്തിട്ട് ഇവൻ ഇറങ്ങി നടക്കുകയാണ്. അനാഥ എങ്ങനെ പറ്റിക്കാം. ആ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ നോക്കിയാല. സെമിനാരിൽ പോകുന്ന എല്ലാരും വായി നോക്കിയാളാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നേ? അവന്മാരുടെ തലവൻ ഇതാണ് മുതലെങ്കില് 12 വർഷം എന്ന് പറയുന്നത് നിസ്സാര. അതാ പറഞ്ഞ ഈ 12 വർഷം ഇവൻ ഇതെല്ലാം പഠിച്ചിട്ടും ഇവന്മാരുടെ തലവനായിട്ടിരിക്കുന്ന ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഇതുപോലത്തെ ഒരു വലിപ്പീരുകാരനാണെങ്കിൽ ഇവന്റെ താഴെയുള്ളമാരെന്തുമായിരിക്കും പറ? ഞാൻ പറഞ്ഞില്ലേ ഒരു അണലിക്കൂട്ടത്തിനിടയ്ക്ക് അണലിപ്പാമ്പുകൾക്കിടയ്ക്ക് ഒരു അണലിയാണ് രാജാവായിട്ടിരിക്കുന്നത്. അതിന്റെ താഴെയുള്ളമാരുടെ അവസ്ഥ എന്നിട്ട് എന്തായിരിക്കും? ഇതൊന്നും നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ. മൊത്തത്തിലല്ല, ഞാൻ പറഞ്ഞില്ലേ ഇപ്പം താഴെയുള്ള ഒരെണ്ണത്തിനാണെ പറയാം, അവനെ ഉപദേശിച്ച് നന്നാക്കാം. ഏതെങ്കിലും ഒരു ചെറിയ ഒരു പൊസിഷൻ ഇരിക്കുന്നതിനാണെങ്കിൽ അവന് ഓക്കെ, അവൻ എന്തെങ്കിലും ഒരു ഫോർമേഷൻ തകരാറാന്ന് വെക്കാം. ഈ തലപ്പത്തിരിക്കുന്ന ഇതിന്റെ ഏറ്റവും വലിയ സോക്കോൾഡ് വത്തിക്കാനിൽ നിന്ന് നേരിട്ട് കെട്ടി ഇറക്കി പദവി അവരോധിച്ച ഇവൻ ഇതുപോലെ സർട്ടിഫൈഡ് ചെറ്റയാണെങ്കിൽ ഇവന്റെ താഴെയുള്ളവന്മാരെന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സഭയിൽ വിശ്വസിക്കുന്നവരായ സഭ ആൾക്കാർക്ക് ചെയ്യാൻ ഒക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ അടുക്കാതിരിക്കുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, വല്ല നേർച്ച ഉണ്ടെങ്കിൽ 10 രൂപയോ 25 രൂപയോ 100 രൂപയോ. ഈ കള്ള പന്നികളുടെ അടുത്ത് എന്തിനാ പോകുന്നത് ഞാൻ ചോദിക്കുന്നത്. ഈ വലിപ്പിക്കുക ഈ നടക്കുന്നവന്മാരുടെ അടുത്ത് പോയാൽ അവരുടെ അടുത്ത് പള്ളി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അവരുടെ അടുത്ത് പോകുന്നത് എങ്ങനെയാ? ഈ ഗോവിന്ദച്ചാമി നിൽക്കുകയാണ്. അവൻ ചാരിത്ര പ്രസംഗത്തെ കുറിച്ചും സ്ത്രീ സുരക്ഷയെ കുറിച്ചും അവൻ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നിന്ന് അവൻ ഈ പണി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവൻ നിന്ന് സ്ത്രീ സുരക്ഷയെ കുറിച്ചും സ്ത്രീ സംരക്ഷണത്തെ കുറിച്ചും സംസാരിക്കുക. അതുപോലല്ലേ ഇവന്മാര് സുവിശേഷം പറയുന്നത്? അതിന് ആർക്കും അവരെ നന്നാക്കാൻ ഒക്കുകയല്ല. അത് കർത്താവ് പോലും പറഞ്ഞിട്ടില്ല. ഈ മോന്മാരെ, ഈ പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടികടങ്ങളെ, സർപ്പസന്തതികളെ എന്ന് വിളിച്ച ഇവന്മാരുടെ ആ തരവഴി അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ മോന്മാരുടെ അടുത്തൂടെ പോലും പോകരുതെന്ന്. പിന്നെ ഈ കള്ളപ്പന്നികളുടെ അടുത്ത് എന്തിനാണ് പോകുന്നത് വിശ്വാസികള്? എന്തിനാണ് പോകുന്നത്? ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? അത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവന്റെയൊക്കെ കുപ്പായം വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് ഇവനെയൊക്കെ ഇവനൊന്നും 5 പൈസ കൊടുക്കരുത്, ഇവനെയൊക്കെ തൊഴിലുറപ്പ് പണിക്ക് വിടണം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ മീൻ മാർക്കറ്റിൽ ഇവനെ മീൻ ചുമക്കാൻ വിടണം. രാവിലെ 2 മണിക്കൂർ അവിടെ മീൻ കാര്യമല്ല. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ വിശ്വാസികൾ ചെയ്യാണ്ടല്ലോ. വിശ്വാസികൾ എന്നാന്നറിയാമോ? വിശ്വാസികൾ ചെയ്യേണ്ടത് അവരുടെ ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ ഇവന്മാരെ രാവിലെ കൊണ്ട് പണിക്കിറക്കണം. 8 മണിക്കൂർ അവിടെ പകൽ നല്ല രീതിയിൽ മേലനങ്ങി പണിയാനുള്ള പണി ഇവന്മാർക്ക് കൊടുക്കണം. എന്നിട്ട് കൂലിയും കൊടുക്കണം. കുപ്പായം കിട്ടുന്നു നടന്നോട്ടെ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കണം, നടന്നേ പറ്റത്തുള്ളൂ. കാലഘട്ടത്തിന്റെ ആവശ്യമാ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ഈ അൾത്താരയിൽ വ്യഭിചാരശാല നടക്കുന്നത് നമ്മൾ അടുത്ത തലമുറ കാണും. ഇവന്റെയൊക്കെ താടിയിട്ട് ജനങ്ങൾ തട്ടും. പണ്ടൊക്കെ ഈ പുല്ലന്മാരെ കാണുമ്പോ എന്തൊരു ബഹുമാനമായിരുന്നു. നമ്മുടെയൊക്കെ അമ്മച്ചിമാരൊക്കെ ഇവന്റെ കുപ്പായം അലക്കി ഇട്ടേക്കെന്ന് കണ്ടാൽ പോലും അവിടെ നിന്നൊരു സ്തുതി പറയുമായിരുന്നു. ഇന്ന് ഈ മോന്മാരെ വലിച്ചു കീറുന്നത് കണ്ടോ എന്ന് നമ്മുടെ തലമുറ പറയും. അതിരിക്കട്ടെ, താങ്കൾ ഏത് സഭയെ വിശ്വാസിയാ? ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഒരാളാണ്. അതെല്ലാം ശരി, അതെല്ലാം ഞാൻ എന്തിലും അപ്പനും അമ്മയും വളർന്ന വീടും ഏതെങ്കിലും ഒരു സഭയുടെ കീഴിലായിരിക്കും. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഓർത്തഡോക്സ് സഭയിൽ. എവിടെ വീട്? എവിടാ? ഞാൻ തിരുവനന്തപുരത്താണ്. എവിടുന്ന വിളിക്കുന്നത്?
ഞാൻ അഞ്ചലിൽ നിന്ന് അറിയാം. ഞാൻ ചങ്ങനാശ്ശേരിയാണ്, ഞാൻ താമസിക്കുന്ന അഞ്ചലാണ്. അപ്പൊ ഞാനിത് പള്ളിയിലൊക്കെ പോകാറുണ്ടോ? പള്ളി ഞായറാഴ്ച ഒരു ദിവസം പോകും. അത് തന്നെ കൂടുതലല്ലേ? എന്നെ സംബന്ധിച്ച് അതിനുള്ള സാഹചര്യമേ ഉള്ളൂ, ഞായറാഴ്ച പോകുള്ളൂ. അല്ലാതെ പള്ളി പോകണമെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ പോകണം. അതുകൊണ്ട് ഞായറാഴ്ച ഒരു ദിവസം പോകും. അത് വിശ്വാസത്തോടെ പോകുന്നതാണോ അതോ മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ വല്ല സ്ഥലം വേണ്ടെന്നൊക്കെ ഓർത്ത് പോകുന്നതാണോ? മരിച്ചാലടക്കുന്നതൊക്കെ അതിന് ശേഷമുള്ള കാര്യമാണ്. മരിച്ചാലടക്കാൻ അവിടെ കല്ലറയുണ്ട്. ഈ വരാലിൻ കുഞ്ഞുങ്ങൾ ഇവനെ പോലുള്ള സർട്ടിഫൈഡ് ചെറ്റകള് മണ്ടയിൽ ഇരിക്കുന്ന അതിന്റെ താഴെയുള്ള കൊച്ചു നാറികളുടെ ഇവന്മാരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? അല്ല, അത് നമ്മുടെ വിഷയമല്ലല്ലോ. അത് നമ്മുടെ വിഷയമാണല്ലോ. നമ്മുടെ വീട്ടിൽ വിഷയം സംഭവിച്ചാലേ നമുക്കത് വിഷയമാക്കുള്ളൂ. ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോവുക, അവിടെ ഒരു 10 രൂപ ഇടുക, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലും ഇടുകയല്ല, 10 രൂപ ഇടും. എന്തിനാന്ന് ചോദിച്ചാൽ പള്ളിയല്ലേ, നടന്നു പോകണമെങ്കിൽ ഒരു 10 രൂപയുടെ ആവശ്യം ഉണ്ടല്ലോ. ഞാൻ എന്നെ പോലത്തെ 10 രൂപ ഇടുമ്പം 10, 110, 120 വീട്ടുകാരുണ്ട്. അപ്പൊ അത്രയും രൂപ ആകുമ്പോഴത്തെ കാര്യങ്ങളാണ്. അത്രയും അത് കൂടുതൽ ഇടുകയില്ല. 65 ലക്ഷം കേരളത്തിൽ ജനങ്ങളുണ്ടെങ്കിൽ ഈ 65 ലക്ഷം പേര് 1 രൂപ വെച്ച് പള്ളികളിൽ ഇടുമ്പോ എത്ര വരുമാനമായി? വരുമാനമുണ്ട്. പക്ഷെ അതുപോലെ ചെലവില്ലേ? എന്തോ ചെലവ്? പള്ളിക്കകത്തൊരു ചെലവില്ല. എന്ത് ചെലവാ പറ? ഈ ഇവന്മാരുടെ തൊഴിലുറപ്പിനും ഇവന്മാരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെലവല്ലാതെ എന്തുവാ ചെലവെന്ന് പറഞ്ഞാൽ? ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയില് കപ്പ്യാർക്ക് ശമ്പളം കൊടുക്കണം, പിന്നെ കറണ്ട് ചാർജ് അടയ്ക്കണം. അതായത് ഈ സംഭവം കൊണ്ട് ഒരു സാധാരണ നാട്ടുകാരനോ ഒരു ജനത്തിനോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? 10 പൈസയുടെ പ്രയോജനമൊക്കെ ഉണ്ട്. എത്രയോ പേർക്ക് വീട് ഇപ്പൊ ഞങ്ങളുടെ എത്രയോ പേര് എന്നിട്ട് പള്ളിയിൽ ഇടവക്കാരോട് പറഞ്ഞിട്ട് പിരിച്ചിട്ട് 10 ലക്ഷം രൂപ പിരിച്ചിട്ട് അവന് 2 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി 8 ലക്ഷം രൂപ പൊട്ടടിക്കും. അതൊക്കെ അങ്ങനെ നടക്കുന്ന സ്ഥലം. ഞാൻ പറയട്ടെ, ഈ സഭയ്ക്ക് 1000 കോടി രൂപ അസറ്റ് അല്ലല്ല, സഭയിൽ നിന്ന് എന്ത് കൊടുക്കുന്നുണ്ടെന്ന് വിശ്വാസികളുടെ വോട്ട്. ഈ സഭ എന്ന് പറഞ്ഞാൽ ഇത്രയും ആരംഭനയും സ്ഥാപന ജംഗമ വസ്തുക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 10,000 കണക്കിന് കോടികളുടെ അസറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് കൊടുക്കും? വിശ്വാസികളെ കൊണ്ട് അവന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പിരിച്ചു കൊടുക്കുന്നില്ല. ഇവന്മാർ ആരെങ്കിലും എടുത്ത് കൊടുക്കുവോ? ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയണം, ഇനിയേലും പറയണം, ഇതൊക്കെ നടക്കണം. അതിനൊക്കെ കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പണ്ടത്തെ പോലൊന്നും അല്ല. പണ്ടൊക്കെ എല്ലാം ഓളെന്ന് പറയുന്ന അച്ഛനായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഇപ്പൊ ഓരോരുത്തരും കമ്മിറ്റി ഉണ്ട്. അതാ പറഞ്ഞേ, എല്ലാം നടക്കണേലുണ്ടല്ലോ. എല്ലാം ഇതിന്റെ മറവിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാധാരണ വിശ്വാസിയുടെ പോക്കറ്റ് അടിച്ച് ആണ് എല്ലാ സാധനവും ചെയ്യുന്നത്. ഈ പാതിരിയുടെ പോക്കറ്റിൽ നിന്നോ അവന്റെ കുടുംബത്തിൽ നിന്നോ എന്തെങ്കിലും എടുത്ത് കൊടുക്കുവോ? അങ്ങനൊന്നും പറഞ്ഞാൽ ഒന്നും അതല്ലെന്ന് അച്ഛന്റെ അനുഭവത്തിൽ ഏതെങ്കിലും ഒരു പാതിരി അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അതിപ്പോ നമ്മളെ കാണിക്കും. ഇവന്മാരുടെ അന്ന് ഈ പറഞ്ഞ പോലെ എന്നിട്ട് തെണ്ടി തിരിഞ്ഞിറന്ന് ഇവന്മാരുടെ അവസ്ഥ പിന്നെ ഒരുത്തം പാതിരിയായി കഴിയുമ്പോ അവന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറുന്ന കണ്ടിട്ടുണ്ടോ? അല്ല, മാറുമല്ലോ. കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാനൊരു വൈദികനാണ്. ഞാൻ എവിടെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് ഒരു പള്ളിയിലിരിക്കും. അപ്പൊ ഇടവക അംഗങ്ങൾ ചോദിക്കും അച്ഛൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ അച്ഛന്റെ വീട് കാണാൻ ഒരു ദിവസം വരുമ്പോൾ ഞാനൊരു ചെറ്റക്കുടിലൊക്കെ കിടക്കുന്ന കാണുമ്പം ഈ വന്നിട്ടുള്ള അവർ തന്നെ ചെന്നേച്ച് പറയും, ഈ അച്ഛൻ വീട്ടിലൊരു ഗതിയും പരഗതിയും ഇല്ലാത്ത വെറും തെണ്ടി ഒരു വീടാന്ന് പറയും. ഒരു നല്ല വീടുണ്ടെങ്കിൽ ആൾക്കാർ പറയും നല്ല അച്ഛൻ വൈദിക ഇതിനൊക്കെ വന്നെങ്കിലും നല്ല സാമ്പത്തികം ഉള്ളവനാന്ന് പറയും. അത് ആരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു വീടും കാര്യങ്ങളും. അല്ല, അതിപ്പം അച്ഛന്മാർക്കാണോ പൈസ കിട്ടാൻ മാർഗം? ഏതെല്ലാം രീതിയിൽ കിട്ടും. ആ പൈസ അവന്റെ വീട്ടിൽ കൊണ്ടുപോവാണോ അതോ അവൻ പാവങ്ങൾക്ക് കൊടുക്കുവാണോ? അതിപ്പോ ഞാൻ ചോദിക്കുന്നേ, ഈ കച്ചി കെട്ടാൻ കച്ചിയും തന്നെയാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് കയറൊന്നും വാങ്ങിച്ചുകൊണ്ട് വരികയല്ല ആരും. ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുഞ്ഞുങ്ങളാണ് ഇവന്മാരെ വളർത്തി വലുതാക്കുന്നത്. നമ്മളെ കൊണ്ടൊന്നും അങ്ങനെ അവരെ നന്നാക്കാനും നോക്കുക. നമ്മളീ പറയുന്ന സമൂഹത്തിൽ അതാണ് ഒരു ശരാശരി വിശ്വാസിയുടെ ചിന്താഗതി ആച്ചായ അത് മാറണം. അല്ലല്ല, അങ്ങനെ ചിന്തിക്കുന്നിടത്തോളം കാലം അവന്മാർ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന രീതിയിലൊന്നും ഇതേ രീതിയിലൊന്നും സംസാരിച്ചെന്ന് വിചാരിച്ച് ഒന്നും നടക്കുക. ഒരു 10 കൊല്ലം കഴിഞ്ഞോ, ഒരു 10 കൂടുതലൊന്നും വേണ്ട, ഒരു 10 കൊല്ലം കഴിഞ്ഞോ ഇവനൊന്നും ആ കുപ്പായ ഇട്ടുകൊണ്ട് വെളിയിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാവും. കാരണം ഇവനെയൊക്കെ ഒന്നെ കൂവി വിളിക്കും, ഇവന്റെയൊക്കെ താടിയെ പിടിച്ച് വലിക്കും. ഇതെല്ലാം ശരിയായിരിക്കും. ഇവനൊക്കെ വേഷം മാറിയതല്ലാതെ ഇവനൊന്നും വെളിയിറങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല. 2, ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ പുല്ലിനകത്തൊന്നും ഒരു ദൈവവും ഇല്ലാന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഒന്നേ കല്യാണ മണ്ഡപമോ വല്ല മീൻചന്തയോ അതല്ലെങ്കിൽ കാബറ ഡാൻസ് ഏതെങ്കിലും ബാറ് മുതലാളിമാരോ ഒക്കെ ഇത് ഏറ്റെടുത്ത് നടത്തുന്ന അവസരം വരും. ഇതെല്ലാം നമ്മുടെ ആഗ്രഹമായി. 10 കൊല്ലം കഷ്ടം.
10 കൊല്ലം ഇവിടെ യൂറോപ്പിൽ കണ്ടില്ലേ? എവിടെ നിങ്ങൾ എങ്ങനത്തെ കാര്യം പറഞ്ഞ ഇടം ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഭരണഘടന കണ്ടുപഠിച്ച അവരുടെ ഭരണഘടന അറിയാവോ? നല്ല കൊള്ളക്കാരെ കണ്ടിട്ടല്ലേ മറ്റുള്ള ചെറിയ കൊള്ളക്കാരന്മാർ പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് നേതാവിനെ ചോദ്യം ചെയ്യാൻ ഒക്കുവോ? അവരുടെ രീതി എങ്ങനെയാ? ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ തല കാണുകയല്ല. അതായത് പണ്ട് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അറിയാമല്ലോ, അറിഞ്ഞൂടെ എന്താണ്? മതകോടതികൾ സ്ഥാപിച്ച് ഇതുപോലെ മതനിർദ്ദ നടത്തുന്നവരെ ഏറ്റവും പൈശാചികമായിട്ട് എല്ലാവരും പറയും മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊന്നേക്കുന്നു. അല്ല, കത്തോലിക്ക സഭയാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടത്തേക്കുന്നത്. ഇതുപോലെ സഭയ്ക്കെതിരെ പറഞ്ഞേക്കുന്ന ആളുകളെ കാലെ പിടിച്ച് വലിച്ചു കീറുക, തിളച്ച എണ്ണയ്ക്കകത്തിടുക, അവന്റെ മൂട്ടി തീ കത്തിക്കുക, കാളവണ്ടി 2 സൈഡും കാലെ കെട്ടിയിട്ട് 2 സൈഡിലോട്ടും വലിച്ച് കീറുക. ഇമാതിരിയൊക്കെ ഹോബി നടത്തിക്കൊണ്ടിരുന്ന കരവഴി കാണിച്ചുകൊണ്ടിരുന്നമാർ യുവമാര് ഇന്ന് ഇതുപോലത്തെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യുവമാർക്കെതിരെ പറഞ്ഞാൽ യുവമാര് മറ്റേ ഈച്ച ഇളകുന്ന പോലെ ഇളകി വരും. ഇന്ന് ഈ മോമാരെ നാട്ടുകാർ വഴിയിലിട്ട് വലിച്ചു കീറുമ്പോൾ പോലും ഏതെങ്കിലും വിശ്വാസി പോലും ഇറങ്ങുമോ? എന്തുകൊണ്ടാ? അത് ഞാൻ ചോദിക്കുന്ന കാലം മാറിയില്ലേ? കാലം മാറി, അതാണ് കാലം മാറി. ഇന്ന് ഈ മോമാര് ഞങ്ങൾ പണ്ട് ഇൻക്വിസിഷൻ നടത്തിക്കൊണ്ടിരുന്നവനാന്ന് പറഞ്ഞാൽ അവന്റെ ബോൾ 2 ചെവിക്ക് പുറകെ വരും. മനസ്സിലായി. അത് കാലം മാറുമ്പോ എല്ലാം കാലം മാറി. അതാ അച്ഛനൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. കാലം മാറി. ഇന്ന് ഈ മോമാരെ കണ്ടാൽ പട്ടിയുടെ വില പോലും ആരും കൊടുക്കൂല. ഇല്ല, സമ്മതിച്ചു. അത് അച്ഛൻ എന്തെങ്കിലും ഇവരെ കണ്ട പോലെ ദൈവികമായിട്ട് എന്തെങ്കിലും ഫീൽ ഉണ്ടാവുമോ? ദൈവത്തിന്റെ പ്രതിപുരുഷൻ തോന്നുമോ? ഞാൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അന്ധമായ വിശ്വാസിയൊന്നും അല്ല. അച്ഛൻ തോന്നുന്നു ഈ വേഷം കെട്ടി നിൽക്കുന്ന ഈ ദൈവത്തിന്റെ പ്രതിപുരുഷൻ അച്ഛന് തോന്നുവോ? എത്രയോ നല്ല ആൾക്കാരുണ്ടെന്നറിയാവോ? നിങ്ങൾ ഈ സഭയിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ അണലികളുടെ കൂട്ടത്തിൽ എങ്ങനെ നല്ല പാമ്പ് കാണുമോ? എത്രയോ പേരെ ഞാൻ അണലിക്കൂട്ടത്തിനകത്ത് നല്ല പാമ്പെന്ന് പറയുന്ന സാധനം അങ്ങനെ കൂട്ടാൻ പറ്റുമോ? അങ്ങനെയൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉദാഹരണം പറയാം. ഞാൻ പറയട്ടെ, ഈ തറയിൽ ബിഷപ്പിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? എനിക്കങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ബിഷപ്പ് ഉണ്ടെന്നുള്ളതല്ലാതെ എനിക്കങ്ങനെ പേഴ്സണായിട്ടൊന്നും പറഞ്ഞുകൂടാ. കേട്ടെടുത്തോളം എനിക്കറിയാവുന്ന റീൽസ് ഒക്കെ എടുത്തിട്ട് പറയുന്ന കേട്ടില്ലേ, നമുക്ക് ഇതാ വരാല് കറി കണ്ടാൽ നമ്മുടെ നോയമ്പ് പോകുന്നൊക്കെ പറയുന്ന ഒരുത്തൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇങ്ങനെ ഈ സഭയുടെ കൂട്ടത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ചെവി കൊടുക്കാതിരിക്കുക, ഇതേയുള്ള അതിനകത്ത് ഒരു മാർഗം എന്ന് പറയുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞ ഇച്ചോടെ പറയാം, അവന്മാരുടെ ആ വഴിയേ പോകാതിരിക്കുക. ഈ മുടിഞ്ഞവന്മാരെ കണ്ടാൽ ഞാൻ പറഞ്ഞില്ല, കണി കാണാൻ പോലും കൊള്ളാത്ത വർഗ്ഗമാണ് അവന്മാര്. ശരിയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ. അതുകൊണ്ട് പള്ളിയിൽ പോരെന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്? അല്ല, പള്ളിയിൽ പോയി എന്തോ തേങ്ങ കിട്ടുന്ന ഓർത്താച്ചാ പോകുന്നേ. പള്ളി പോയി എന്തോ ഒരു കൂട്ടായ്മ പള്ളി പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളി പോയി പ്രാർത്ഥിക്കാൻ വിശുദ്ധ വേദോസ്തി പറയുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നുണ്ടോ? പള്ളി പോയി അച്ഛന്റെ മുന്നിൽ പോയി എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ അച്ഛന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നേ? പിന്നെ എന്തിനാ പിന്നെ ഇടയ്ക്ക് കയറി നിൽക്കുന്ന എന്തിനാന്ന്? കുർബാന കളിക്കുന്നവരാ പള്ളിയില്? ഇതൊന്നും വിശ്വാസത്തിൽ നിന്നാണോ കുർബാന കളിക്കുന്നത്? ഇതൊന്നും നന്നാക്കാൻ ഒക്കുന്ന കാര്യമല്ല. നന്നാക്കാൻ പറ്റും. തലയിലെ ഈ മുണ്ണത്തരം മാറണം. മാറ്റി ആ മുണ്ണത്തരം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് എടാ ശരിയാണല്ലോടാന്ന് തോന്നും. നിങ്ങൾ നാളെ ഒരച്ഛനായാലും നിങ്ങളും കാണിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഞാൻ ചമ്പൽക്കൊള്ളക്കാരൻ പിടിച്ചു പറിക്കാൻ പോയാൽ പോലും ഞാൻ പാതിരിയാൻ പോകത്തില്ല. ഇങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പൊ തന്നെ 10 വർഷമായിട്ട് മാർക്സിസ്റ്റ് ഭരണം നടക്കുന്നു. മാർക്സിസ്റ്റ് ഭരണം ഇതുമായിട്ട് ഇതാക്കുന്നത് ഈ അളിഞ്ഞ ആളെ കത്തോലിക്ക സഭയിലെ കള്ളന്മാരുടെ കാര്യം പറയുമ്പോ മാർക്സിസ്റ്റുകാരെ പിടിച്ച് അതിനകത്ത് എന്തിനായിരുന്നു? മാർക്സിസ്റ്റ് ഭരണത്തെ പറ്റിയല്ല പറഞ്ഞു. നിങ്ങളുടെ വരാല് തോമ അവന്റെ ചെരുപ്പ് നക്കി നടക്കുവാണല്ലോ പിണറായിയുടെ. അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാ ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ. അച്ഛൻ എന്നെ വിളിക്കുന്നതിന് പകരം ഈ വരാൽ തോപയെ പോലുള്ള ഈ പരമ ചെറ്റകളെ വിളിച്ചിട്ട് ഇവമാരെ ഒന്ന് ഉപദേശിക്കണം. എന്നോട് സംസാരിച്ചു പോലെ ഇവമാരോട് നല്ല കട്ടൊക്കെ അങ്ങ് സംസാരിക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഓരോ ഞായറാഴ്ചയും കൊടുക്കുന്ന തുകയുടെ കാര്യമാണ് പറഞ്ഞ. 10 രൂപയാണ് കൊടുക്കുന്നത്, അല്ലാതെ 1000 രൂപയല്ല ഞാൻ കൊടുക്കുന്നത്. അന്നേരം പിച്ചക്കാരനെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ കൊടുക്കുന്നത്? പിച്ചക്കാരനല്ല, ഇതിന്റെ കാര്യത്തിന് എന്റെ ഇത് മതി, എനിക്കതേ കൊടുക്കാനുള്ളൂ, അതുകൊണ്ട് കൊടുക്കുന്നു. എനിക്ക് 10 രൂപ കൊടുക്കാനുള്ള ഇതേ ഉള്ളൂ. 100 രൂപ കൊടുക്കുന്നതും കാണും, കൊടുത്തോട്ടെ. പക്ഷെ നീ 100 രൂപ കൊടുക്കുന്നതിന്റെ അടുക്ക കൊടുക്കല്ലെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? നീ കൊണ്ടെങ്കിൽ നീ നീ ഒരാൾക്ക് ധർമ്മം കൊടുക്കുന്നു, 100 രൂപ കൊടുക്കുന്നു. അപ്പൊ ഞാൻ പറയാം, ചേട്ടാ 100 രൂപ കൊടുക്കും, തെറ്റാണോ അത്? അല്ല, നമ്മളിപ്പം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയും ഈ സകല കുടിലതകളും ഭവനവേദനയോട് അടക്കുന്ന ചെറ്റകൾ നമുക്കറിയാം.
അവന്മാർക്ക് വീണ്ടും കൊണ്ട് അവന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ 10 രൂപയെങ്കിൽ 10 രൂപ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത്. നമുക്കറിയാം ഇവന്മാർ തട്ടിപ്പീടി ചെറ്റകളാണ്, ഭവന വേതനമാണ് ഇവന്മാരുടെ പരിപാടി. ഞാൻ ഈ 10 രൂപ കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പള്ളിയിലെ ഇതുപോലുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ഒരു ചെലവിന്റെ അതാ പറഞ്ഞത്. നമുക്കിപ്പം നമ്മുടെ നാട്ടിൽ സാമൂഹ്യ വിരുദ്ധന്മാരുണ്ടെന്ന് വെച്ചോ, ഇപ്പം ഈ ഭവന വേതനവും മറ്റേ അടിവസ്ത്രമൊക്കെ മോട്ടിച്ചുകൊണ്ടൊക്കെ പോകുന്ന സൈസ് അലവലാദികൾ ഉണ്ടെന്ന് വെച്ചോ. ഇവന്മാർ ഈ അലവലാദികളാണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അല്ലെ ആഴ്ചയിലൊന്നും നമുക്ക് ഇവന്മാർക്ക് 10 രൂപ കൊടുത്താൽ ഇവൻ എന്ത് കരുതും? എടാ എന്റെ പരിപാടിയോടുള്ള പ്രോത്സാഹനാർത്ഥം എനിക്ക് ഇതാ 10 രൂപ തരുന്നു. അന്നേരം നിങ്ങൾ ധരിക്കുന്നതെന്ന് പറയുന്ന ഈ പള്ളിയിലുള്ള അച്ഛന്മാർ മുഴുവൻ ഈ സൈസ് ആൾക്കാരാണെന്നെല്ലാം ധരിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഇത് പറയും. ഉദാഹരണം പറയും, ഒരു പന്നിക്കൂടെന്ന് വെക്കുക. ആ പന്നിക്കൂടിനകത്ത് നമുക്ക് എത്ര അല്ല, ആ പന്നിക്കൂടിനകത്ത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളിപ്പോ ഒരു മാൻകുഞ്ഞിനെ കൊണ്ടിടുക. ആ മാൻകുഞ്ഞിനെ പന്നിക്കൂടിനകത്ത് കിടക്കാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് ഉദാഹരണം കൊണ്ട് എന്ത് വേണമെങ്കിലും. അന്നേരം അതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നാറ്റമൊക്കെ അതിനകത്ത് കിടന്ന് പൊളയ്ക്കുന്നവന്മാർക്ക് അവന്മാർക്ക് പിന്നെ അതിനപ്പുറത്തേക്ക് ഇതാക്കാൻ പറ്റത്തില്ല. അതേസമയം എത്രയോ പേർക്ക് സഹായം ചെയ്തത് എനിക്കറിയാവില്ല. അതാ പറഞ്ഞ അവന്മാരുടെ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്ത് ഒരാളുടെ പേര് ചേമ്പറ സ്വന്തം അധ്വാന ഫലം കൊണ്ടോ സ്വന്തം വീട്ടിൽ നിന്നോ കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ചാരിറ്റി ചെയ്ത ഒരു കുപ്പായത്തൊഴിലാളിയുടെ പേര് പറ. ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് അച്ഛൻ പറഞ്ഞ ഞാൻ 1 ലക്ഷം രൂപ ഇപ്പൊ തരാം. എനിക്ക് 1 ലക്ഷം രൂപയും വേണ്ട, 1 രൂപയും വേണ്ട. പക്ഷെ ഇങ്ങോട്ടൊന്ന് പറ, നിങ്ങളിപ്പോ നിങ്ങളുടെ ഈ ITO ന്യൂസ് ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരാളാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഭാഷയുണ്ടല്ലോ, അതൊരിക്കലും ശരിയായ ഒരു ഭാഷയല്ല. എനിക്കത് നിങ്ങളോട് പറയാനുള്ളൂ. ഇങ്ങനല്ല ഈ നമ്മൾ ആൾക്കാരെ വിമർശിക്കേണ്ടതും. 2 കാര്യങ്ങളുണ്ട്. അതായത് യൂട്യൂബിനകത്തൂടെ ഇങ്ങനല്ല പറയേണ്ടത്. നല്ല ഭാഷയിൽ നല്ല കാവ്യാത്മകമായി നല്ല മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ഏറ്റവും മാന്യമായ രീതിയിൽ സംസാരിക്കാം. എന്നാൽ വഷളനെ നിന്ദനെന്ന് കർത്താവ് തന്നെയാണ് പഠിപ്പിച്ചത്. ക്രിസ്തു പോലും നോക്കുക, ഇവന്മാരെ ഈ അന്നും ഈ തരവഴി കാണിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യ വർഗത്തെയാണ് ക്രിസ്തു ഏറ്റവും മ്ലേച്ഛമായ. ക്രിസ്തു പോലും സർപ്പസന്തതികളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ക്രിസ്തുമാരെ വിളിച്ചത് എന്തുവാ? സർപ്പസന്തതികളെ, പുറം മാത്രം വെടിപ്പാക്കിയ കിണ്ടി കിണ്ണങ്ങളെ, പിന്നെ വെള്ള തേച്ച ശവക്കല്ലറകളെ. അതായത് നമ്മുടെ യേശു ക്രിസ്തു ഇവന്മാരെ വിളിച്ച വാക്കുകളായത്. ക്രിസ്തു പോലും ഇവന്മാരെ വിളിച്ചിട്ട് എന്ത് എടുത്തു? അച്ചായനോ ഞാനോ ഒരു സംഗതി അച്ചായനോ ഞാനോ ഇവന്മാർക്കെതിരെ ചാട്ടവാർ എടുത്തിട്ടുണ്ടോ ഇതുവരെ? അല്ലെ പോട്ടെ, തൂമ്പാക്കയ്യയിൽ ഇവന്മാർക്കെതിരെ നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല. ക്രിസ്തു എടുത്തു. എന്തുകൊണ്ടാ? ഇവന്മാരുടെ ഈ തരവാഴികൾ ഈ പണി ഇവന്മാർ കാണിക്കുന്നുണ്ടായിരുന്നു. അന്നേരം സഹികെട്ട് ക്രിസ്തു പോലും ചാട്ടവാർ എടുത്ത സർപ്പസന്തതികളെ എന്ന് വിളിച്ച മോന്മാരാണ് ഇവന്മാര്. അന്നേരം ഇവന്മാരെ ഞാൻ ഇങ്ങനെ ഭാഷയിലേ ഞാൻ സംസാരിക്കാവൂ. അതുകൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇവന്മാർക്ക് നാണവമാനം ഇല്ലാത്തവന്മാരാണ്. അതിന്റെ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിന്റെ വിലകേട് നിങ്ങൾക്ക് തന്നെയുള്ളൂ. അതെങ്ങനെ? എനിക്ക് ഞാൻ ഉണ്ടല്ലോ, ഞാൻ ചോദിക്കുന്ന ഞാനിവിടെ അങ്ങോട്ട് നിന്ന് ഒരാളിനെ മറ്റേ മോനെ മറിച്ച മോനെ പൂമോനെ കാമോനെ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ എന്നെ കുറയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പൊ അച്ഛന്റെ വീട്ടില് വന്ന് ഈ പാതിരി വന്ന് ഇതുപോലൊരു തെണ്ടിത്തരം കാണിക്കുക, അല്ലെ പിടിച്ചു പറിച്ചുകൊണ്ടുപോയി, അല്ലെ എന്തെങ്കിലും പണി. അന്നേരം ബഹുമാനപ്പെട്ട പിതാവേ എന്നും പറഞ്ഞാണോ സംസാരിക്കുന്നത്? എടാ മറ്റേ മോനെ എന്നായിരിക്കും അച്ഛൻ വിളിക്കുന്നത്? പറ. അതുപോലല്ലോ ഏത് അതുപോലല്ലോ. അതാ പറഞ്ഞേ നമ്മുടെ അത് ഞാൻ ചോദിച്ചേ. അതാ പറഞ്ഞത് അതുപോലെ തന്നെയാ ഇത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെയുള്ളൊരു പണി, ഇങ്ങനെയുള്ളൊരു ദുരന്തം നമ്മുടെ വീട്ടിൽ വന്നാലും നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂന്നുണ്ടോ? അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചേ. അപ്പൊ നിയമസഭയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ ഇതേ ഭാഷ വേണമല്ലോ സംസാരിക്കാൻ. നിങ്ങൾ പറയുന്ന നിയമസഭയിൽ അതല്ലല്ലോ, അതിനകത്ത് വാഗ്വാദങ്ങളാ. അവിടെ അങ്ങനെയല്ലോ സംസാരിക്കുന്നത്. അവിടെ വാഗ്വാദങ്ങളാണല്ലോ. ഇതുപോലാണോ സംസാരിക്കണ്ടേ? അവിടെ അതല്ലല്ലോ സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരു പരാതി കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നേച്ച് സംസാരിക്കുന്ന ഈ ഭാഷയിലാണോ? അതും ആ 2 കോണ്ടക്സ്റ്റുകളല്ലോ. ഇവന്മാർ ദൈവത്തിന്റെ അല്ലല്ല, ഒരു സെക്കൻഡ്. ഇവന്മാര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണെന്നും സ്വർഗത്തിലേക്കുള്ള പാത നമ്മളെ കാണിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്നവന്മാരാണെന്നും പറഞ്ഞ് പരിശുദ്ധ പവിത്രവുമായ നമ്മൾ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്നവന്മാര് ഇമാതിരി തരവഴികൾ കാണിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ ഇത്തരമുള്ള ഭാഷയിൽ വിമർശിക്കേണ്ടത്. അതിന്റെ കാരണം എന്താണെന്നറിയാം ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ? ഞാൻ ബോധമില്ലാതോ ഞാൻ ഏതെങ്കിലും മദ്യമോ ഉപയോഗിച്ചിട്ട് ബോധമില്ലാതെ ഞാൻ വ്യക്തമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവന്മാരെ ഇങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മൊണ്ണകൾ മനസ്സിലാക്കണം. ഇവന്മാര് സർട്ടിഫൈഡ് ചെറ്റകളാണ്.
ഇവന്മാരെ ഈ ഭാഷയിൽ സംസാരിച്ചാലും ഒരു ചുക്കും സംഭവിക്കത്തില്ല. ബാക്കി ആരും സംസാരിക്കാത്ത എന്തുകൊണ്ടാ? ഇവന്മാരെ ഇങ്ങനെങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ ശാപം കിട്ടുമോ? ഇവന്മാര് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാര്, ഇവന്മാരൊരു തേങ്ങയല്ല. ഇവനെയൊക്കെ കവളമടലെടുത്ത് അടിച്ചാലും ഇവനെയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കത്തില്ല എന്നീ മൊണ്ണകളുടെ മനസ്സിൽ എന്നെങ്കിലും ചിലപ്പോൾ ഈ പറയുന്നതിന്റെ ചിലപ്പോൾ ഒരു 50 കൊല്ലം കഴിയുമ്പോഴായിരിക്കും ഇവന്റെയൊക്കെ അടുത്ത തലമുറയ്ക്കായിരിക്കും ആ ബോധം ഉണ്ടാകുന്നത്. അന്നേലും ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോ പറയുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ല. പ്രയോജനം ഉണ്ടാവും. ആര് പറഞ്ഞ പ്രയോജനമില്ലെന്ന്? ഇന്ന് നോക്കി, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലമായി ഇവന്മാരുടെ തെണ്ടിത്തരം പൊളിച്ചു പറഞ്ഞ് ഇന്ന് എത്ര എണ്ണം പലവരും ഈ പണി നടത്താന്ന് അടുത്ത ദിവസം I2 ഇവന്റെ ഇത് വരുമെന്ന് പേടിച്ച് തന്നെ നടക്കുന്ന എത്ര എണ്ണം ഉണ്ട്? എത്ര പേര് ഞങ്ങളോട് പറഞ്ഞു? ഇവന്മാരുടെ അലവലാതിത്തരം എന്തുമാത്രം കുറഞ്ഞു. ഇന്ന് ദൈവത്തെ പേടിച്ചില്ലെങ്കിൽ പോലും ഇതിനകത്തൂടെ വന്ന് ഇവന്റെയൊക്കെ മാനം പോകുന്ന പേടിച്ചെങ്കിൽ ഇവനൊക്കെ മര്യാദ കിടക്കുന്നുണ്ട്. ഓടി നടന്ന് ചെറ്റപ്പൊക്കിക്കൊണ്ട് നടന്ന പാതിരികള് ഒതുങ്ങിയിട്ടുണ്ട്. അതിന് ഈ ഭാഷയൊന്നും മയപ്പെടുത്തി നിങ്ങൾ ഭാഷ അതെങ്ങനെ നമ്മള് മ്ലേച്ഛത പ്രവർത്തിക്കുന്നതിന്റെ അടുത്ത് അങ്ങനെ അവന്റെ അടുത്ത് അല്ലയോ മഹാനുഭാവ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കാണിക്കുന്ന അങ്ങനെയാണോ? വേറെ എത്രയോ പേര് ഇവിടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇതേ ഭാഷയിലാണോ പറയുന്നത്? ഈ വരാല് തോമയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവൻ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് മാത്രം അയാളെ നമ്മൾ പറയുന്നത്. അല്ലെ പറയാൻ പറ്റുമോ നമുക്ക്? അതിലെല്ലാം നിയമ നടപടി. ഇവിടെ ഏത് കാര്യം ഏത് കൊമ്പം കാണിച്ചാലും ശരി, അകത്ത് പോകുന്ന നിയമം അതിനയാൾക്ക് അനുകൂലമാണ്. അതാ പറഞ്ഞേ, ആ സംവിധാനങ്ങളുള്ള നാട്ടിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലാക്കണം. ഇവന്മാരൊരു പാരലൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഈ ശതമാനമുള്ള ന്യൂനപക്ഷമാണെന്ന് ഇവന്മാർ പറയുന്നെങ്കിൽ പോലും ഇന്ന് ഇവന്മാരൊരു പാരലൽ എക്കോണമിയും പാരലൽ പൊളിറ്റിക്കൽ സംവിധാനം ഇവന്മാർ ഉണ്ടാക്കുന്നു. ഒരു സമാന്തര ഭരണ സംവിധാനം ഇവന്മാർ കൈയാളുന്നു. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ പരമചെറ്റകളില് ഈ പണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ പാവങ്ങളെ വലിപ്പിച്ച് പറ്റിച്ച പിടിച്ചു പറിക്കുന്ന പണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ രാജ്യത്തെ സമാധാനം, പാവപ്പെട്ടവന്റെ സമാധാനം കളയുന്ന ഇവന്മാരാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ജനങ്ങൾ മനസ്സിലാകുന്ന പറഞ്ഞാൽ ഇതിനകത്ത് അവര് പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമായ ന്യായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഭയിലുള്ള ഒന്നുമില്ല. സഭയിലുള്ള സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, സഭയിലെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ലോഹത്തൊഴിലാളികൾക്കെതിരെ പറയാൻ പ്രാപ്തിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവരെ കൃത്യമായിട്ട് അവർ ഞങ്ങളെ വിളിക്കൂലേ, എടേ നീ എന്ത് തെണ്ടിത്തരമാണ് വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ പിതാവിനെതിരെ എന്താന്ന് ഒരുത്തനെങ്കിലും ഇതുവരെ ചോദിച്ചോ? ഇല്ല. ചോദിച്ചാൽ ഞങ്ങൾ ഇതിന്റെ സകല ഡോക്യുമെന്റും സമർപ്പിക്കാൻ തയ്യാറാണ്. അങ്ങനെ വിളിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ ഏത് കോൺസിക്വൻസും ഫേസ് ചെയ്യാൻ, എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാ. ഒരുത്തൻ ചോദിച്ചോ? അല്ലെങ്കിൽ ഇവന്റെ സഭയിലുള്ള അല്ലെ ഇവന്റെ മേളിലുള്ള ഏതെങ്കിലും ഒരു കൂതാശ തൊഴിലാളി വിളിച്ചു പറയുക ഞങ്ങളുടെ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നല്ലോ, എന്താണ് ഞങ്ങൾക്ക് അറിയാൻ, സഭ ഇതിനെക്കുറിച്ച് കൺസേൺ ആണ്, അതെന്താണ്, അതിനകത്ത് എന്തെങ്കിലും പാകപ്പഴയുണ്ടോ ഞങ്ങൾ പരിശോധിക്കും എന്ന് ഒരുത്തനെങ്കിലും ഇവനല്ലല്ലോ അവസാന വാക്കി കത്തോലിക്ക സഭയിലെ. ഇവന്റെ മേളിൽ എത്രയോ കൂതാശ കുപ്പായ തൊഴിലാളികളുണ്ട്. അതിൽ ഒരുത്തം പോലും വിളിച്ചു ചോദിച്ചിട്ടില്ലോ എന്തോ കാര്യം. ഞങ്ങളെയോ ഈ സ്ത്രീയോ വിളിച്ചു ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാ? അല്ല, ഈ സ്ത്രീ ഇതിന്റെ മേളിലുള്ള ആൾക്കാർക്ക് പരാതി എത്രയോ ഇവരുടെ പോപ്പടക്കം ഇതിന്റെ എല്ലാ ഉന്നതാധികാരി ഇപ്പം വേറെ ഒരു മലയാളിയെ ആക്കിയിരുന്നല്ലോ, കൂവക്കാടോ, അയാൾക്കും കൊടുത്തു. അവന് ഒരു പ്രാവശ്യം ഫോൺ എടുത്തിട്ട് പിന്നെ ഫോൺ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയാൾ സ്വിച്ച് ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. രേഖാമൂലം കൊടുത്തു, സംസാരിച്ചിട്ടില്ല. അന്നേരം അതിൽ നിന്ന് മനസ്സിലായി ഇവനെല്ലാം സർട്ടിഫൈഡ് ചെറ്റകളാണെന്നും ഒന്നെങ്കിൽ ഇതിന്റെ എല്ലാം പങ്കുപറ്റി ഈ മറ്റേ കൊള്ളസങ്കേതത്തിൽ അങ്ങനെയാണല്ലോ. അല്ല, ഇതിപ്പം സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ 3 കോടി രൂപ ഇവർക്ക് കൊടുത്തു, ഈ സ്ഥാപനത്തിന് കൊടുത്തു. സ്ഥാപനത്തിനല്ല, പൈസ മേടിച്ചിട്ട് ഇവന്മാര് അതിന്റെ നല്ല ശതമാനം മുക്കി. നമ്മുടെ അറിവ് ഇതാണ്. ഈ വന്ന പൈസ ഇവന്മാര് വക മാറ്റി വീട്ടിൽ കൊണ്ടുപോകുകയോ വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ എന്തേലും. ഇത്രയും പൈസ പക്ഷേ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാര് വക മാറ്റി സഭയുടെ ഇതിനകത്തൊന്നും ഇത് കാണിച്ചിട്ടില്ല. ഇത് മുഖ്യന്മാരെല്ലാം പല പല വഴിക്കും പോയി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.